നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾ മഞ്ജു വാര്യരെ പോലെ സ്നേഹിച്ച മറ്റൊരു നടി ഇല്ലെന്നാണ് ആരാധകർ പറയുന്നത്. ലേഡി സൂപ്പർ സ്റ്റാറായി ആഘോഷിക്കപ്പെടുന്ന മഞ്ജുവിന് ഇന്ന് മറ്റ് ഭാഷകളിലും തിരക്കേറുകയാണ്. അണിയറയിൽ ഒരുങ്ങുന്ന രജനികാന്ത് ചിത്രത്തിൽ മഞ്ജു വാര്യർ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. കരിയറിൽ ഉയർച്ചകളിലേക്ക് മഞ്ജു കുതിക്കുമ്പോൾ ആരാധകരും സന്തോഷത്തിലാണ്. തിരിച്ചുവരവിൽ പഴയ സ്വീകാര്യത ലഭിക്കുമോ എന്ന് മഞ്ജുവിന് പോലും ഒരു കാലത്ത് ആശങ്കയുണ്ടായിരുന്നു. വിവാഹമോചനത്തിന് ശേഷം തകർന്നുപോയ മഞ്ജുവിന് ആശ്വാസമായി കൂടെ നിന്നത് ആരാധകരും സിനിമാ ലോകവുമാണ്. തനിക്ക് ലഭിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് മഞ്ജു പലപ്പോഴും സംസാരിച്ചിട്ടുമുണ്ട്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഉയർച്ച ഏവർക്കും പ്രചോദനമാകുന്നു. 1998 മഞ്ജു വാര്യരും ദിലീപും വിവാഹിതരായത്. 2015 ഇരുവരും വിവാഹമോചനം നേടി. 45-കാരിയായ മഞ്ജു രണ്ടാം വരവ് നടത്തിയ ശേഷം മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കൈനിറയെ സിനിമകളുമായി തിരക്കിലാണ്. തമിഴിൽ മഞ്ജു ചെയ്യുന്ന സിനിമകളെല്ലാം സൂപ്പർ താരങ്ങൾക്കും സംവിധായകർക്കുമൊപ്പമാണ്. തുനിവാണ് തമിഴിൽ ഏറ്റവും അവസാനം മഞ്ജു അഭിനയിച്ച് റിലീസ് ചെയ്ത സിനിമ. മഞ്ജുവിന്റെ പെട്ടെന്നുള്ള മാറ്റത്തിൽ മലയാളികൾ അടക്കം എല്ലാവരും അമ്പരന്നിരുന്നു. 45-ലും ചെറുപ്പമായിരിക്കുന്ന മഞ്ജു കോസ്മെറ്റിക് സർജറികളും സ്കിൻ ലൈറ്റിംഗ് ട്രീറ്റ്മെന്റുകളും ചെയ്തിട്ടുണ്ടെന്നാണ് പലരും ഉയർത്തുന്ന വാദം. എന്നാൽ ഇതിനെ എതിർക്കുന്നവരും ഏറെയാണ്. മുഖ സൗന്ദര്യത്തിനപ്പുറം മനസ്സിന്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് മഞ്ജു വാര്യർ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ മഞ്ജു വാര്യർ വീണ്ടും വിവാഹിതയാവുന്നുവെന്ന് പറഞ്ഞപ്പോൾ പത്രം ചൂടപ്പം പോലെ വിറ്റുപോയ സംഭവത്തെക്കുറിച്ചുള്ള കുറിപ്പ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ജനുവരിയിൽ ഇത്തരത്തിലൊരു വാർത്ത ആരെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കാറുണ്ട്. റൊണാൾഡോ നിഷാന്തിന്റെ രസകരമായ കുറിപ്പാണ് വൈറലാകുന്നത്. ഇന്നലെ തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്നും കൊട്ടാരക്കര KSRTC ബസ്സിൽ ഇരിക്കുമ്പോൾ സായാഹ്ന പത്രങ്ങളുമായി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പയ്യൻ കയറി വന്നു. ചൂടുള്ള വാർത്ത, ജലാറ്റിൻ കമ്പനി ആക്രമണത്തിന് പിന്നിൽ മാവോയിസ്റ്റുകൾ. ആരും പത്രം വാങ്ങുന്നില്ല. ബാർക്കോഴ കൂടുതൽ തെളിവുകൾ പുറത്ത്. അപ്പോഴുമില്ല ഒരു അനക്കവും. മഞ്ജു വാര്യർ വീണ്ടും വിവാഹിതയാവുന്നു. വിവാഹം ജനുവരി 14 നിമിഷം കൊണ്ടാണ് പത്രം വിറ്റ് തീർന്നത്. ഈ ഉള്ളവനും വാങ്ങി ഒരെണ്ണം. പണവും കീശയിലിട്ട് പയ്യൻ കൂളായി ഇറങ്ങിപ്പോയി. 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ എല്ലാവരും ഇരുന്ന് മറിക്കുകയാണ്. അങ്ങനെ ഒരു വാർത്തയേ ഇല്ല. എല്ലാവരും ജാള്യതയോടെ പരസ്പരം നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അന്യന്റെ സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണ് മലയാളികളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന മനഃശാസ്ത്രം അവൻ അനുഭവത്തിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങളും ഇതിന്റെ തലക്കെട്ട് കണ്ടില്ല. ഇത് വായിച്ചത് എന്ന് വിശ്വസിക്കുന്നുവെന്നായിരുന്നു ആ കുറിപ്പ്. മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളെല്ലാം പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത്. എല്ലാതരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് എത്രയോ മുൻപേ ഈ താരം തെളിയിച്ചിരുന്നു. സിനിമയ്ക്ക് പുറമെ പൊതുവേദികളിലും സജീവമായി എത്താറുണ്ട് താരം. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളും വൈറലായി മാറാറുണ്ട്. വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ താരത്തിന് ശക്തമായ പിന്തുണയായിരുന്നത് ആരാധകർ തന്നെയാണ്. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യർ അഭിനയ ലോകത്തേക്ക് തിരിച്ചെത്തിയത്. അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചുവടുറപ്പിച്ചു. സിനിമയിൽ മഞ്ജു അവതരിപ്പിച്ച പച്ചയമ്മാൾ എന്ന കഥാപാത്രം ഏറെ പ്രശംസകൾ നേടി. അജിത്ത് ചിത്രം തുനിവാണ് മഞ്ജു അവസാനമായി എത്തിയ തമിഴ് ചിത്രം. വിനോദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ ആക്ഷൻ ത്രില്ലർ ആയിരുന്നു. മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. മനു ആനന്ദാണ് ഈ തമിഴ് ചിത്രത്തിന്റെ സംവിധായകൻ. ആര്യ, ഗൗതം കാർത്തിക് എന്നിവർ മഞ്ജുവിനൊപ്പം ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരം. സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ കൂടെ തലൈവർ 170 എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. അമിതാഭ് ബച്ചൻ, മഞ്ജു വാര്യർ, ഫഹദ് ഫാസിൽ, റാണ ദഗുവാട്ടി തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. അമിതാഭ് ബച്ചനും രജനികാന്തും 32 വർഷത്തിന് ശേഷം ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് തലൈവർ 170. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.